ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ചെറുകുന്നിലെ കുന്നിൽ മതിലകം ക്ഷേത്രത്തിന് മുന്നിലാണ്. ഒരുപാട് സ്റ്റെപ്പുകൾ കയറി ഏറ്റവും മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് കുന്നിൻ മതിലകം എന്ന പേര് വന്നത്. ഈ ക്ഷേത്രത്തിലെ ശിവനെ ശ്രീ കുന്നിൻ മതിലകത്തപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. രാവിലെ കുന്നിൻ മതിലകത്തപ്പനെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകുന്നേരം ഉമാമഹേശ്വരനായും ആരാധിക്കുന്നു. 114 പടികൾ കയറിയാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അനുസരിച്ച് ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ ഭക്തനും വിശ്വസ്തനുമായ ദൂതനായ ഹനുമാൻ സ്വാമിയെയാണ് രാമേശ്വരത്ത് മഹാദേവ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ശ്രീരാമൻ ഏൽപ്പിച്ചത്. രാമേശ്വരത്തേക്ക് പോകുന്ന വഴിയിൽ മഹാദേവ വിഗ്രഹത്തിൻ്റെ ഒരു ഭാഗം ഈ മനോഹരമായ പുണ്യഭൂമിയിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഹനുമാൻ വൈകിയാണ് രാമേശ്വരത്ത് എത്തിയത്. ആഞ്ജനേയൻ വൈകി എത്തിയതിനാൽ ശ്രീരാമൻ കളിമണ്ണിൽ നിർമ്മിച്ച മഹാദേവ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ശേഷിച്ച ജീവശക്തി ധനുഷ്കോടിയിൽ സ്ഥിതി ചെയ്യുന്ന കളിമൺ വിഗ്രഹത്തിന് നൽകുകയും ചെയ്തു. പാറക്കെട്ടുകൾക്കിടയിൽ ഈ കൊടും വേനലിലും വറ്റാതെ കിടക്കുന്ന നീരുറവയും തൊട്ടടുത്തായി വള്ളിപ്പടർപ്പുകൾ കൊണ്ട് നിറഞ്ഞ ഗുഹയും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ഈ ഭൂമിയുടെ അനുഗ്രഹശക്തിയും പ്രാധാന്യവും കണക്കിലെടുത്ത് ദേവന്മാരും സന്യാസിമാരും ഇവിടെ മഹാദേവനെ ആരാധിച്ചിരുന്നു. കലിയുഗത്തിൽ ഏകദേശം 6 ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ മഹാദേവൻ്റെ പ്രധാന ശ്രീകോവിൽ നിർമ്മിക്കുകയും 3 വ്യത്യസ്ത രൂപങ്ങളിൽ ദേവനെ ആരാധിക്കുകയും ചെയ്തു. മഹാദേവനെ കൂടാതെ അയ്യപ്പനും ഇവിടെ പ്രധാന ഒരു ആരാധനാമൂർത്തിയാണ്.